വേനൽക്കാലത്ത് വാഴ നനയ്ക്കാൻ കർഷകർക്ക് വളരെയധികം പ്രയാസകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജലസേചന സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, പൈപ്പോ മറ്റുള്ള സൗകര്യങ്ങളോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ വാഴ നനയ്ക്കുന്ന കർഷകർ. വളരെയധികം പ്രതിസന്ധിയിലാണ്. ഇത് തരണം ചെയ്യാൻ ചെറിയൊരു ട്രിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇതേപോലെയുള്ള വാഴ, ഈ വാഴയുടെ ഒരു ചുവട്ടിൽ, ഈ വാഴയുടെ കൊല എവിടെയാണ് വരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് കുഴി കുത്താതെ ഒരു സൈഡിലേക്ക് കുഴി കുത്തുക. വാഴൻ്റെ അടുത്ത് തന്നെ ഒരു 2 അടി താഴ്ചയിൽ ഒരു കുഴി കുത്തുക. കുഴി കുത്തിയതിന് ശേഷം ഇതേപോലെ ഇത്രയും വലിയ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഒരു 4 ദിവസം കൂടുമ്പോൾ ഈ നമ്മൾ കുഴിച്ച കുഴിയിലേക്ക് വെള്ളം വാരുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കുഴിയിൽ നിന്നും എടുത്ത മണ്ണ് വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റേണ്ടതാണ്, വാഴയുടെ വേറെ സ്ഥലത്തേക്ക് മാറ്റേണ്ടതാണ്. എന്നിട്ട് ഇതേപോലെ വെള്ളം നിറക്കുക. നിറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വാഴമ്മൽ ഉള്ള ഈ വാഴക്കയ്യോ അല്ലെങ്കിൽ മറ്റുള്ള ചണ്ടികളോ ഇട്ടിട്ട് ഇത് മൂടുക. ഇത് മൂടാൻ കാരണം എന്ത് വെച്ചാൽ, ഇത് മൂടിയില്ലെങ്കിൽ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ ബാഷ്പീകരിച്ച് പോകും. ഈ ബാഷ്പീകരിച്ച് പോകുന്ന സമയത്ത് തന്നെ വാഴയ്ക്ക് കിട്ടാതെ വരും. ഈ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റായി ആ കുഴിയിൽ കെട്ടി നിൽക്കുകയും തൽഫലമായി വാഴയ്ക്ക് കുറേശ്ശെ ആ കുഴിയിൽ നിന്ന് ശേഖരിക്കാൻ കഴിയും. ഈ നമ്മൾ കുഴിക്കുന്ന കുഴിയിൽ, വാഴയുടെ സൈഡിൽ കുഴിക്കുന്ന കുഴിയിൽ വാഴയുടെ വേര് പൊട്ടാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആ കുഴിയിലേക്ക് വെള്ളം ഒഴിക്കുന്നതോടുകൂടി പൊട്ടിയ വേരിൽ നിന്നും പുതിയ വേരുകൾ ഈ വാഴയിലേക്ക് വരുന്നതാണ്. തൽഫലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ വേര് അത്രയും തന്നെ വീണ്ടും പുതിയത് വാഴയ്ക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതേപോലെ കുഴി കുത്തി വെള്ളമൊഴിച്ച് ഇതേപോലെ ചണ്ടിട്ട് കഴിഞ്ഞാൽ വാഴയ്ക്ക് വളരെയധികം ഗുണം ചെയ്യും. നേരെ മറിച്ച് നമ്മൾ തൊടിയാകെ നനയ്ക്കുകയാണെങ്കിൽ അത് ബാഷ്പീകരിച്ച് പോവുകയുള്ളൂ. പക്ഷേ ഇത് വാഴയ്ക്ക് കുറേശ്ശെ വാഴയ്ക്ക് ശേഖരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജലസേചനം വളരെയധികം കുറക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പ്രത്യേകിച്ചും ഈ നമ്മൾ ജലസേചനം സൗകര്യം ഇല്ലാത്ത സ്ഥലത്ത്, പൈപ്പുകളോ മറ്റോ മോട്ടോറുകളോ ഇല്ലാത്ത സ്ഥലത്ത് മുക്കി നനക്കുന്ന കർഷകർക്ക് ഇതേമാതിരി നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു 4-5 ദിവസം കൂടുമ്പോൾ ഈ കുഴിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിലേക്ക് ആ കുഴിയിലേക്ക് മറ്റുള്ള എലികളോ മറ്റു വസ്തുക്കളോ മറ്റു പെരിച്ചായകളോ ഈ കുഴിയിലേക്ക് മണ്ണ് നിറയ്ക്കാൻ സാധ്യതയുണ്ട്. ആ മണ്ണ് നിറയ്ക്കുകയാണെങ്കിൽ ആ മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് കുഴി ഒന്നുകൂടി പഴയ പോലെ രൂപത്തിലാക്കുകയും എന്നിട്ട് വെള്ളം അതിലേക്ക് പാരുകയും ചണ്ടിട്ട് മൂടുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാഴയ്ക്ക് ആവശ്യാനുസരണം വെള്ളം കിട്ടുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൽ കർഷകർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, വാഴ കുഴിച്ചിടുന്ന സമയത്ത് നിങ്ങൾ വർഷക്കാലം അടുപ്പിച്ച് കുഴിച്ചിടരുത്. ഒരു ഫെബ്രുവരി മാർച്ച് സമയത്ത് നിങ്ങൾ വാഴക്കന്ന് വെച്ച് അതിൽ നനച്ച് കൊണ്ടുവന്ന് ഇതേപോലെ ചണ്ടിയിട്ട് മൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വേനൽ വരാതെ നിങ്ങളുടെ കൃഷി രക്ഷപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രിക്ക് നിങ്ങൾ പരീക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിജയിക്കുന്നതാണ്. ഓക്കെ.